നമ്പർ 5, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്. കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഷോണിന് അവൻ്റെ പാരൻസ് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കാറാണ്, ഇനി ജീവിതകാലം മുഴുവൻ നിനക്കൊരു കാറേ ലഭിക്കാനായിട്ട് പോകുന്നില്ല. ഷോൺ അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അവന് തന്നെ അറിയാം അവനായിട്ട് ഒരിക്കലും ഒരു കാറ് വാങ്ങിക്കാനായിട്ട് പോകുന്നില്ലെന്ന്. അന്നേരം എങ്ങനെയായിരിക്കും ആ ഒരു കാറിനെ ഷോൺ കെയർ ചെയ്യുന്നുണ്ടാവുക? എല്ലാ ദിവസവും തുടച്ച് മിനുക്കി നല്ല വൃത്തിയാക്കി വയ്ക്കും. ഓരോ ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോഴും ആ കാറിനെ നന്നായി ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യും. സമയത്ത് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യും. എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് വരുമ്പോഴേക്കും അതപ്പോൾ തന്നെ പരിഹരിക്കും. ഇതുപോലെ വളരെ വലിയ മെയിൻ്റനൻസോട് കൂടിയാണ് ഷോൺ ആ കാറിനെ കൊണ്ടു നടന്നത്. കാരണം ഇനി അവന് ലൈഫ് ടൈമിൽ മറ്റൊരു കാർ ഇല്ല. ഇതെങ്ങനെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. ഡ്രൈവിംഗ് എന്നുള്ള ആ ഒരു മോഹം തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അസറ്റ് ഉണ്ട്, ഒന്നേ ലഭിക്കുകയുള്ളൂ. എങ്കിലും ഒരു തവണ പോയി കഴിഞ്ഞാൽ അത് പോയതാ. അതാണ് നമ്മുടെ ബോഡിയും മൈൻഡും. അതേസമയം നമ്മൾ ഏറ്റവും ലീസ്റ്റായിട്ട് കെയർ ചെയ്യുന്നതും ഇതേ ബോഡി മൈൻഡും തന്നെയായിരിക്കും. ഏറ്റവും വലിയ കോമ്പൗണ്ടഡ് റിട്ടേൺ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും ബോൺസിൽ നിന്നോ റിയൽ എസ്റ്റേറ്റിൽ നിന്നോ അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ ഒന്നും തന്നെയായിരിക്കില്ല. പകരം എഡ്യൂക്കേഷനിൽ നിന്നായിരിക്കും. ഇതിനു മുൻപ് മില്യണറായ വ്യക്തികളൊന്നും തന്നെ ജനിച്ചത് ആ ഒരു രീതിയിലായതുകൊണ്ടല്ല, പകരം അവരവരുടെ ബ്രെയിനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷമാണ് അവർ പുറമേയുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. എത്രത്തോളം ഒരാൾ ലേൺ ചെയ്യുന്നോ അത്രത്തോളം അയാൾക്ക് ലോകത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലായിരിക്കും പലരും അവരുടെ ലൈഫിൽ ഡോട്ട്സ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേ രീതിയിൽ തന്നെയായിരിക്കും അവർ കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതേസമയം ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഇവിടുത്തെ ഏറ്റവും കീ ഡിഫറൻസ് എന്താണെന്നാൽ ഒരു സാധാരണ വ്യക്തി കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് പോകുന്നത് അയാളുടെ ഇമേജിനായിരിക്കും. ആളുകൾ എന്താണ് പറയാനായിട്ട് പോകുന്നത്, അതായത് ഒരു എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവിലായിരിക്കും അവരെ തന്നെ നോക്കുന്നുണ്ടായിരിക്കുക. ഇൻറ്റേർണൽ ലേണിങ്ങിലായിരിക്കില്ല അവരുടെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം കോമ്പൗണ്ടിങ്ങിൽ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സമയം ആവശ്യമുണ്ട്. എങ്കിലും ഈ സാധാരണ വ്യക്തികൾ കൂടുതലായിട്ടും കെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. അതായത് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് വേണം. ആർക്കെല്ലാമാണോ ഏറ്റവും കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ സക്സസ്ഫുൾ ആവേണ്ടത്, അവരെല്ലാം തന്നെ ആ ഒരു സോണിൽ ഇരിക്കേണ്ടത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അതിനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് അതേ സോണിൽ തന്നെയുള്ള ആളുകളുമായി ഇടപഴകുക, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, പോഡ്കാസ്റ്റ് കാണുക, ഇതെല്ലാം തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ രീതിയിലായിരിക്കും ബ്രെയിനിലോട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, നമ്മുടെ തന്നെ ഗ്രോത്തിന് വേണ്ടി. നമ്പർ 4, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വർക്ക്സ് ഫോർ ദ റിച്ച് ആൻഡ് എഗെയിൻസ്റ്റ് ദ പുവർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക? വളരെ സിമ്പിളാണ്. കടം ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ റിവേഴ്സ് എഫക്റ്റാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക? ഫോർ എക്സാമ്പിൾ, ഒരാൾ 5 ലക്ഷം രൂപ ലോൺ എടുത്തു. അതിനുശേഷം സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ അടയ്ക്കുന്നില്ല. അന്നേരം എന്താ സംഭവിക്കുക? ഈ ഇൻട്രസ്റ്റ് ആ ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആഡപ്പ് ചെയ്യും. പിന്നീട് ആ ഒരു പാർട്ടിക്കുലർ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും അയാൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരിക. വീണ്ടും അയാൾ അടയ്ക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും ആഡ് ചെയ്യും. ഇതെല്ലാം തന്നെ അയാൾക്ക് വളരെ വലിയൊരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതേസമയം ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നീക്കുന്നുണ്ടാവുക? അവരൊരിക്കലും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കില്ല. പകരം അവരുടെ കയ്യിലുള്ള ഇൻകത്തിൻ്റെ ഒരു പോർഷൻ എടുത്തുകൊണ്ട് അതിനെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക. ഇതേ കാരണം കൊണ്ട് തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിച്ച് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം അവർക്ക് ഒരു 10 ലക്ഷം രൂപയെ 1 കോടിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. അതേസമയം ഒരു സാധാരണ വ്യക്തി 10 ലക്ഷം ലോൺ എടുത്തുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും അടയ്ക്കുന്നുണ്ടാവുക. ആ ഒരു സ്റ്റേജിൽ അയാൾക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കണ്ടെത്താനായിട്ട് സാധിക്കുക? ഓൾറെഡി റിച്ച് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഓൾറെഡി കയ്യിലുള്ള പൈസയെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. എങ്കിൽ പോലും ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ എല്ലായ്പ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതൊരിക്കലും പൈസ ഉണ്ടാക്കാനായിട്ടല്ല, പകരം ആ ഒരു പ്രോസസ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും അത്. അതൊരു പക്ഷേ എൻ്റർപ്രണർഷിപ്പ് ആയിരിക്കാം, ചിലർക്ക് ചാരിറ്റബിൾ വർക്കായിരിക്കാം, അങ്ങനെ പലതും. അതേസമയം ഒരു സാധാരണ വ്യക്തി സേവ് ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുക പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിലായിരിക്കും. ഒരു സാധാരണ വ്യക്തി 1 ലക്ഷം രൂപയെ 1 ലക്ഷം രൂപയായിട്ട് മാത്രമായിരിക്കും കാണുക. എന്നാൽ അതേസമയം ഒരു റിച്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി ഈ 1 ലക്ഷം രൂപയെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാമെന്നായിരിക്കും ചിന്തിക്കുക. സാധാരണ വ്യക്തികൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഒരുപാട് പൈസ ചിലവാക്കും. എങ്കിലും ശരിക്കുള്ള പ്രശ്നം എവിടെയാണ് വരുന്നതെന്നാൽ അവരുടെ കയ്യിലില്ലാത്ത പൈസ അവർ ചിലവാക്കുമ്പോഴാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് 1 ലക്ഷം രൂപ ഇതുപോലെ യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് 10 ലക്ഷത്തിൻ്റെ ഡെപ്റ്റ് ഉണ്ടാവാൻ പോലും കാരണമാവുന്നത്. നമ്പർ 3, എക്സ്പെൻഡിച്ചർ. എസെൻഷ്യൽ സ്പെൻഡിങ് വേഴ്സസ് ഇമ്പൾസ് സ്പെൻഡിങ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരാൾ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറി പുറത്ത് വരുന്ന സമയത്ത് അയാളുടെ കൊട്ടയ്ക്കകത്ത് മുഴുവൻ സാധനങ്ങളായിരിക്കും. ഇതിലെ എല്ലാ സാധനങ്ങളും അയാൾക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ? അല്ലെന്ന് തന്നെയാണ് ഉത്തരം. ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലും ഇതുപോലെ ആളുകളെ ഇമ്പൾസ് ബൈങ്ങിന് വേണ്ടി പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് ചെറിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിങ്ങിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈനുണ്ട്, ജോ ദിക്താ ഹേ വോ ബിക്താ ഹേ.
അതായത് ഏതെല്ലാമാണോ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നത് അവയായിരിക്കും വിറ്റ് പോകാനായിട്ട് പോകുന്നത്. ഒരു പ്രോഡക്റ്റ് പ്രോപ്പറായിട്ടും വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആദ്യം തന്നെ വിസിബിൾ ആയിരിക്കണം. അതല്ലെങ്കിൽ അതൊരിക്കലും സെല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ആ ഒരു പ്രോഡക്റ്റ് വിസിബിൾ ആണെങ്കിൽ അത് വിറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇത് ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് വളരെയധികം എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ പ്രോഡക്ട്സിനും റിലേറ്റഡ് ആയിട്ട് മറ്റ് ചില പ്രോഡക്ട്സ് കൂടി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരാൾ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അന്നേരം അവർ ഒറ്റ സാധനം മാത്രം എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എന്തെല്ലാം സാധനങ്ങളാണോ കഴിഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങളാണോ കഴിയാനായിട്ടിരിക്കുന്നത്, ഇവയിലേക്കെല്ലാം തന്നെ അവരുടെ കണ്ണു പോകും. അതിനുശേഷം അവർ വാങ്ങിക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. മെജോറിറ്റി ഓഫ് ദ കേസിലും അവർ വാങ്ങിക്കുക തന്നെ ചെയ്യും. ഇതിനാണ് ഇമ്പൾസ് ബൈങ് എന്ന് പറയാം. കൂടുതലായിട്ടും സാധാരണ വ്യക്തികൾ തന്നെയായിരിക്കും ഈ ഒരു ഇമ്പൾസ് ബൈങ് ചെയ്യുന്നുമുണ്ടാവുക. എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇമ്പൾസ് ബൈങ് ചെയ്യാത്തത്? കാരണം ഇതേ കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് തന്നെ അവരെ. അന്നേരം അതേ ഗണിയിൽ തന്നെ അവർ തന്നെ വിടാനായിട്ടുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതേ കൺസെപ്റ്റ് തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിലും യൂസ് ചെയ്തുകൊണ്ട് പൈസ ചിലവാക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഈ റിച്ച് മെൻറ്റാലിറ്റിയുള്ള വ്യക്തികൾക്ക് സാധിക്കും. നമ്പർ 2, ലോങ് ടൈം ഗോൾസ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ വളരെയധികം എളുപ്പമാണ്. എന്നാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ ഒന്നാണിത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതുപോലെ തന്നെ ലോങ് ടൈം ഗോൾസ്. കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പേഷ്യൻസ് ആവശ്യമായിട്ടുണ്ട്. എങ്കിലും ഒരു വ്യക്തിക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വളരെയധികം കൂടുതലാണെങ്കിലോ ആ ഒരു കേസിൽ അയാൾ എത്രത്തോളം ഫൈനാൻഷ്യൽ ബുക്സ് വായിച്ചുകൊണ്ടോ വീഡിയോസ് കണ്ടുകൊണ്ടോ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടോ ഒന്നും യാതൊരുവിധ യൂസും ഉണ്ടായിരിക്കില്ല. കാരണം ആ ഒരു കേസിൽ അയാൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധാരണ വ്യക്തികൾക്ക് ഷോർട്ട് ടൈം ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ അവർക്ക് ഗോൾസേ ഉണ്ടായിരിക്കില്ല. അന്നേരം അവർ ഫ്യൂച്ചർ ലിവിങ്ങിനെ കുറിച്ചോ അതല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻസിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുക പോലുമില്ല. ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് പേ ചെക്കുകൾ വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഒരു സാധാരണ വ്യക്തി ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ മിസ്റ്റേക്ക് ഒന്നും തന്നെയില്ല. എങ്കിലും പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കും. നമ്പർ 1, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക്. സാധാരണ വ്യക്തികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസ്ക് എടുക്കുന്നത് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. ലെറ്റ്സ് യൂസ് ദ ടൈം കാൽക്കുലേറ്റഡ് റിസ്ക്. ഒരു സാധാരണ വ്യക്തി റിസ്ക് എടുക്കുന്നതും ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തി റിസ്ക് എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സക്സസ്ഫുൾ ആയവരുടെ അസറ്റ്സ് എല്ലാം തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്നിൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് മറ്റൊന്നിൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ലോങ് ടൈമിൽ എല്ലാം തന്നെ പ്രോഫിറ്റിലായിരിക്കും. ഇതുപോലെ ഹെഡ്ജ് ചെയ്ത് വയ്ക്കണമെങ്കിൽ അതിനും കൂടുതൽ പൈസ ആവശ്യമായിട്ടുണ്ട്. ഇത് സാധാരണ വ്യക്തികളുടെ കൈവശം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികൾക്ക് റിച്ച് ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ പോലും കൂടുതൽ റിസ്കിയർ ആയിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഒരാളുടെ വെൽത്ത് എത്രത്തോളം കൂടിക്കൊണ്ട് വരുന്നോ അത്രയും അയാൾക്ക് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം എന്താണെന്നാൽ ആ ഒരു കേസിൽ അയാൾക്ക് മണി മാനേജ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു കിട്ടുന്നത്. ഇത്രയും എല്ലാമായിരിക്കും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഒരു റിച്ച് മെൻറ്റാലിറ്റിയുള്ള വ്യക്തിയുടെ ആക്ഷൻസും അതുപോലെ തന്നെ ഒരു നോർമൽ മെൻറ്റാലിറ്റിയുള്ള ഒരു വ്യക്തിയുടെ ആക്ഷൻസും തമ്മിൽ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ തുടക്കത്തിൽ നെപ്പോളിയൻ ഹിൽ വിജയിക്കാനുള്ള 6 സ്റ്റെപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 6 സ്റ്റെപ്പുകൾ ജനറേഷനുകളായി ബിസിനസ്സുകാർ ഉപയോഗിച്ച് വരുന്നു. ഈ 6 സ്റ്റെപ്പുകളെയാണ് നെപ്പോളിയൻ ഹിൽ സക്സസിൻ്റെ ഫോർമുലയായി കണക്കാക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ഫിക്സ് യുവർ മൈൻഡ് ദി എക്സാക്ട് എമൗണ്ട് ഓഫ് മണി യു ഡിസയർ. ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് മിയർലി ടു സേ ഐ വാണ്ട് പ്ലെൻറ്റി ഓഫ് മണി. ബി ഡെഫിനിറ്റ് ആസ് ടു ദി എമൗണ്ട്. ദർ ഈസ് എ സൈക്കോളജിക്കൽ റീസൺ ഫോർ ദാറ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് വളരെയധികം എളുപ്പമായിട്ട് തോന്നും. എത്രയാണോ ഉണ്ടാക്കാനായി ഉദ്ദേശിക്കുന്നത് അത് തീരുമാനിക്കുക. ഒരു നമ്പർ പിക്കുക, ഏതെങ്കിലും ഒരു നമ്പർ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാൽ ഇവിടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റിക്കൊണ്ട് ഒരു ലക്ഷ്യം നമുക്കുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് 1 കോടി ബാലൻസ് ആയി വേണം. അങ്ങനെയെങ്കിൽ 99,99,999 രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം അവിടെ കീപ്പ് ചെയ്യേണ്ടത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇതിനൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. എഡ്വിൻ ലോക്ക് നടത്തിയ റിസർച്ചേഴ്സ് പറയുന്നത് ആരൊക്കെയാണോ സ്പെസിഫിക്കും ചലഞ്ചിങ്ങും ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ് കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുള്ളത് കമ്പയർ ടു ഗോൾസ് വേഗമായിട്ട് സെറ്റ് ചെയ്ത ആളുകളേക്കാൾ. എക്സാക്ട് നമ്പർ ഇമാജിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ നമ്പറിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചെല്ലാം വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിനുവേണ്ടി എന്തൊക്കെയാണോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അതിനെപ്പറ്റിയെല്ലാം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും ഉണ്ടാവും. സ്റ്റെപ്പ് നമ്പർ 2, ഡിറ്റർമൈൻ എക്സാക്ട്ലി വാട്ട് യു ഇൻറ്റെൻഡ് ടു ഗിവ് ഇൻ റിട്ടേൺ ഫോർ ദ മണി യു ഡിസയർ. ദർ ഇസ് നോ സച്ച് തിങ് ആസ് സംതിങ് ഫോർ നത്തിങ്. ആദ്യത്തെ സ്റ്റെപ്പിൽ എത്ര എമൗണ്ട് ആണോ അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തീരുമാനിച്ചു. എന്നാൽ അവിടേക്ക് എത്തിച്ചേരുവാനായി എടുക്കുന്ന സ്റ്റെപ്സ് എല്ലാം പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് ഒരിക്കലും എത്തിച്ചേരാനായി പോണില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ തീരുമാനിക്കുക കിട്ടുന്ന എമൗണ്ടിന് പകരമായി എന്തൊക്കെയാണ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളതെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് 1 കോടി ബാങ്ക് ബാലൻസ് ആയി വേണം.
എന്നാൽ അതിനുവേണ്ടി അദ്ദേഹത്തിന് തൻ്റെ ടൈമും എഫേർട്ടും പ്രയോറിറ്റീസും എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തൻ്റെ ഗോളിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വയം ചോദിക്കണം, കിട്ടുന്ന എമൗണ്ടിന് എന്ത് വിലയാണ് ഞാൻ തിരികെ നൽകേണ്ടി വരിക എന്നുള്ളത്. സ്വന്തമായി എത്രത്തോളം കഴിവുകളുണ്ടെന്നും സമയമുണ്ടെന്നും തൻ്റെ നെറ്റ്വർക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്നും എല്ലാം ചിന്തിക്കുക. എന്നിട്ട് തീരുമാനമെടുക്കുക എന്തൊക്കെയാണ് ഇതിനു വേണ്ടി തിരികെ നൽകേണ്ടി വരിക എന്നുള്ളത്. സ്റ്റെപ്പ് നമ്പർ 3, എസ്റ്റാബ്ലിഷ് എ ഡെഫിനിറ്റ് ഡേറ്റ് വെൻ യു ഇൻറ്റൻഡ് ടു പൊസസ് ദ മണി യു ഡിസയർ. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് തീരുമാനിക്കുക എന്നുള്ളത് ഗോൾ സെറ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. അഥവാ ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് തീരുമാനിച്ചില്ലെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാനായി അൺലിമിറ്റഡ് ടൈം ഉണ്ടെന്നാണ്. അതായത് അവിടെ ഒരു അർജൻസി ഇല്ല. ആ ഒരു കണ്ടീഷനിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ടൈം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഡേറ്റ് സെറ്റ് ചെയ്യുക ആ ഗോളിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ അതേ ലക്ഷ്യം ഒരാഴ്ച കൊണ്ട് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. ആ രീതിയിൽ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം അൺറിയലിസ്റ്റിക് ആയി മാറും. ഡേറ്റ് എല്ലായ്പ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത ഡേറ്റിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. ആ ഒരു കണ്ടീഷനിൽ ഡീമോട്ടിവേറ്റ് ആയി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡേറ്റ് എല്ലായ്പ്പോഴും സ്വന്തം കഴിവിൻ്റെയും റിസോഴ്സസിൻ്റെയും അടിസ്ഥാനത്തിൽ എല്ലായ്പ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4, ക്രിയേറ്റ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ക്യാരിങ് ഔട്ട് യുവർ ഡിസയർ ആൻഡ് ബിഗിൻ അറ്റ് വൺസ്. വെദർ യു ആർ റെഡി ഓർ നോട്ട്, പുട്ട് ദിസ് പ്ലാൻ ഇൻ ടു ആക്ഷൻ. 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ സ്റ്റെപ്പിലെയും 100% കാര്യങ്ങളിലും ഷുവറിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവുകയുമില്ല. സെറ്റ് ചെയ്യുന്ന പ്ലാൻസ് എല്ലാം കാണാൻ സാധിക്കുന്ന ദൂരത്തിലായിരിക്കണമെന്ന് മാത്രം. അങ്ങനെയെങ്കിൽ മൈൻഡ് എല്ലായ്പ്പോഴും ഈ പ്ലാനിന്മേൽ തന്നെയായിരിക്കും. ആ ഡെഡ്ലൈനും ഓർമ്മയുണ്ടാവും. ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണോ അറിയാവുന്ന കാര്യങ്ങളായിട്ടുള്ളത് അതെല്ലാമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണെന്നും എൻഡ് ഗോൾ എവിടെയാണുള്ളതെന്നും പ്രോപ്പറായിട്ട് തന്നെ എഴുതി വയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 5, write out a clear, concise statement of the amount of money you intend to acquire. Name the time limit of its acquisition. State what you intend to give in return for the money and describe clearly the plan through which you intend to accumulate it. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലിറ്ററലി എടുക്കാനുള്ളതാണ്. മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. ടൈപ്പ് ചെയ്ത് വേർഡ് ഫയലായിട്ട് യൂസ് ചെയ്യല്ല വേണ്ടത്, പകരം എഴുതി വയ്ക്കുക, പെന്നും പേപ്പറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു സൈക്കോളജിക്കൽ റീസൺ കൂടിയുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. കേട്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമെല്ലാമായിരിക്കും കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുക. എന്നാൽ ഇവയേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് ആ കാര്യങ്ങളെ എഴുതി വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ. ഇത് പഠനത്തിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു വിഷ്വൽ സിമ്പൽ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് വായിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോസസ്സും എഴുതി വയ്ക്കുക. മൈൻഡിലേക്ക് പ്രോപ്പറായി സിങ്ക് ചെയ്യുന്ന അത്രയും എഴുതുക. ഇതെല്ലാം എഴുതി വയ്ക്കുക എന്നുള്ളത് പലർക്കും മടിയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ മൈൻഡിലേക്ക് പ്രോപ്പറായി കണക്ട് ചെയ്യാനായി ഇതിനേക്കാൾ എഫക്റ്റീവായ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് റിസൾട്ടും തീർച്ചയായും എഴുതുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം ഈ ഗോൾസിലേക്ക് എത്തിച്ചേരാനുള്ള സ്റ്റെപ്സിനെ കുറിച്ചും അതിൻ്റെ ഡെഡ് ലൈനെ കുറിച്ചും വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം കാര്യങ്ങൾ. എന്തിനാണെന്നാൽ പിന്നീട് അത് ഫോളോ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 6, read your written statement twice daily, once just before retiring at night and once after arising in the morning. As you read, see, feel and believe yourself already in possession of the money. ഈ രീതിയിൽ ഒരു മെൻ്റൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. ഇതെല്ലാം തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ജോലിയാണോ ബിസിനസ്സാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഒരു പേഴ്സണൽ ചോയ്സാണ്. എന്നാൽ ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ വേണ്ടി പാസീവ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യേണ്ടി വരും ഒരു ജോലിയുടെ കൂടെ. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ടേക്ക് കെയർ.